ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അദീന. എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണിത്. ഒരു ഹോൾ വീഡിയോ ആണ്, ഷീൻ ഹോൾ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഇയർ റിങ്സ് ആണ്. ആദ്യത്തേത് ഒരു സ്റ്റഡാണ്. ഒരു റെഡ് സ്റ്റോൺ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഗോൾഡൻ കളറ്. പിന്നത്തെ ഇതാണ് ഒരു ഗ്രീൻ കളറ്. കാഷ്വൽ വെയേഴ്സിൻ്റെ കൂടെയും ഫോമസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ സൈസ് ഒരു ഇയർ റിങ്സ് ആണത്. പിന്നെ അടുത്ത ഇതാണ്. ഇതും റെഡ് കളറാണ്, റെഡും ഗോൾഡനും കൂടെ ചേർന്ന ഒരു കളറ്. ലാസ്റ്റായിട്ട് കാണിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇയർ റിംഗ് ആണ്, ചെറിയ ഇയർ റിംഗ്. ഇപ്പോഴത്തെ റീൽസിലും ഷോർട്സിലും ഒക്കെ കാണത്തില്ലേ, ആ സാധനമാണ്. ഇത് നമുക്ക് കുറച്ച് നെക്ലേസുകൾ കാണാം. ഇതാണ് ആദ്യത്തേത്. പർപ്പിൾ കളർ മുത്തുകളുള്ള ഒരു നെക്ലേസ്. പർപ്പിളും ഡാർക്ക് ബ്ലൂവും ഗോൾഡൻ കളറ് മുത്തുകളൊക്കെ ഉള്ള ഒരു നെക്ലേസ്. ഇതിപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ കളറും ഈ കളറും ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ നല്ല അടിപൊളി ഒരു നെക്ലേസാണ് കേട്ടോ ഇത്. സാരിയുടെ കൂടെയും സൽവാറിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയൊരു മോഡൽ മാലയാണ്. ഇനി അടുത്തൊരു സിമ്പിൾ മാലയാണ്, ഒരു മുത്തുമാല. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇടത്തില്ലേ ഇങ്ങനത്തെ വെള്ള കളറുള്ള മുത്തുമാല. വെള്ള മാത്രമല്ല, പല കളറിൽ കിട്ടുമായിരുന്നു അന്ന്. ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് ഇതുപോലത്തുള്ള മുത്തുമാല ഇട്ടുകൊണ്ട് പോയത് ഓർക്കുന്നുണ്ടാവുമല്ലോ എല്ലാവരും. അങ്ങനത്തെ ഒരു സിമ്പിൾ മുത്തുമാലയാണിത്. പിന്നെയുള്ളതൊരു റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ചെയിനാണ്. ഈ മാലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിലും സ്റ്റോണാണ്. കണ്ടില്ലേ, ഒരു സിമ്പിൾ മാല. നമ്മൾ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇടുമ്പം അതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. സെറ്റ് സാരിയോ ചുരിദാറോ അങ്ങനെയൊക്കെ ഇടുമ്പോൾ നല്ലതായിരിക്കും. അടുത്തൊരു ചോക്കറാണ്, ഒരു ഗോൾഡൻ കളർ ചോക്കർ. ഡബിൾ ചെയിനിൻ്റെ ചോക്കറില്ലേ ഇപ്പോഴത്തെ ട്രെൻഡിങ് എല്ലാവരും ഇടുന്നത്. അതിൽ ലെറ്റർ എ വെച്ചിട്ടുള്ള ഒരു ചെയിന്. ഓക്കെ, അത്രയാണ് നെക്ലേസുകളുള്ളത്. പിന്നെയുള്ളത് ഒരു ബ്രേസ്ലെറ്റാണ്. അതായത് ഗോൾഡൻ കളറും പിന്നെ അതിൽ റെഡും ഗ്രീനും സ്റ്റോണും വെച്ചിട്ടുള്ള ഒരു ഡെയിലി വെയർ ബ്രേസ്ലെറ്റ്. അടുത്ത കാണിക്കാൻ പോകുന്ന കുറച്ച് ഫേക്ക് നെയിൽസ് ആണ്. ഇപ്പം നെയിൽ ആർട്ടുകളൊക്കെ സജീവമായിട്ടുള്ള സമയമല്ലേ, അപ്പം എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ഫേക്ക് നെയിൽ ആർട്ടുകൾ ചെയ്യാനും അല്ലെങ്കിൽ ഫേക്ക് നെയിൽസ് വെക്കാനും ഒക്കെ. അപ്പം അത് ഭയങ്കര എക്സ്പെൻസീവാണ്, എപ്പോഴൊന്നും പോയി ചെയ്യൽ നടക്കില്ല. അപ്പോൾ അതിന് പകരം നമുക്കിപ്പം മാർക്കറ്റിൽ ഫേക്ക് നെയിൽസ് അവൈലബിൾ ആണ്. അപ്പം ഇതാണ് ആദ്യത്തേത്. ഒരു പിങ്കിൽ ഇങ്ങനെ ഗിൽറ്റർ കളറുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അത് ഒട്ടിക്കാനുള്ളൊരു ഗ്ലൂ കിട്ടും. പിന്നെ അത് നമുക്ക് നമ്മുടെ ഷേപ്പിന് ആക്കിയെടുക്കാൻ വേണ്ടി, നമ്മുടെ കറക്റ്റ് സൈസിനാക്കിയെടുക്കാൻ വേണ്ടി നെയിൽ ഫയലും അവരതിൻ്റെ കൂടെ തരും. അടുത്തത് ഇതാണ്. അടുത്തത് ഒരു 3-4 സെറ്റ് അങ്ങനത്തെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ.
അടുത്തായിട്ട് വാങ്ങിയത് ഒരു നൈറ്റ് ലൈറ്റ് ആണേ. ഇത് മോന് വേണ്ടി വാങ്ങിയതാണ്. പിള്ളേരുള്ള വീട്ടിലൊക്കെ അറിയായിരിക്കും, രാത്രിയാകുമ്പോഴത്തേക്കും ഇത് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഇതുപോലെ നൈറ്റ് ലൈറ്റ്സ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് കേടായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വാങ്ങിയതാണ് ഇത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റിമോട്ടും കിട്ടും കേട്ടോ, ബാറ്ററി ഇട്ടിട്ട് യൂസ് ചെയ്യാം. അടുത്തായിട്ട് 2 ജോഡി ചെരുപ്പുകളാണ്. ഇതാണ് ആദ്യത്തേത്. സ്റ്റോണും മുത്തും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫ്ലാറ്റ്സ് ആണ്. ഹീൽസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല, കൂടുതലും യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ്സ് ആണ്. പിന്നെ രണ്ടാമത്തേത് ഇത് സിമ്പിളായിട്ടുള്ളൊരു ഇതും ഫ്ലാറ്റ്സ് ആണ്. പിന്നെ വാങ്ങിയതൊരു ഷൂ സ്പഞ്ചാണ്. ഓൺലൈൻ വഴിയൊക്കെ നമ്മൾ ചിലപ്പം ഇഷ്ടപ്പെട്ട ഷൂ ഒക്കെ വാങ്ങിക്കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ഭയങ്കര നീളം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവമാണിത്, ഷൂ സ്പഞ്ച്. അടുത്തൊരു ഷൂ പാച്ചാണ്, സെല്ലോ ടൈപ്പ് പോലെ ഇരിക്കുന്ന ഒരു പാച്ച്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുതിയ ചെരുപ്പുകൾ ഇടുമ്പം ഷൂ ഒക്കെ ഇടുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പം കാല് അതിൻ്റെ അറ്റം കൊണ്ടിട്ട് കാല് മുറിയും അല്ലെങ്കിൽ കാല് വേദന എടുക്കും. അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടി പുതിയ ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ യൂസ് ചെയ്യുമ്പം നമുക്ക് അവിടെ ഇതൊരെണ്ണം ഒട്ടിച്ചാൽ മതി. അപ്പം അങ്ങനെ വേദനയോ മുറിവുകളോ ഒന്നും നമുക്ക് ഉണ്ടാകത്തില്ല. അതിനു വേണ്ടിയുള്ള സാധനം കേട്ടോ ഇത്. അടുത്തൊരു ഡിസ്പ്ലേ സ്റ്റാൻഡാണ്. നമ്മുടെ ഇയറിങ്സും സ്ക്രഞ്ചീസും ഒക്കെ ഇതിനകത്ത് ഇങ്ങനെ തൂക്കിയിടാം, വേണമെങ്കിൽ ഇവിടെ ആയിട്ട് വെക്കാം. പെട്ടെന്ന് പെട്ടെന്ന് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെക്കാവുന്ന ഒരു ഡിസ്പ്ലേ സ്റ്റാൻഡ്. അടുത്തൊരു ഹീറ്റ് സീലിംഗ് മെഷീനാണ്. അതായത് നമ്മുടെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ സീൽ ചെയ്ത് വെക്കാൻ വേണ്ടി, നമ്മൾ എന്തെങ്കിലും ഭക്ഷണ സാധനമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ബാക്കി നമ്മൾ എടുത്തു വെക്കുമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ റബ്ബർ ബാൻഡൊക്കെ ചുറ്റും അല്ലെങ്കിൽ ക്ലിപ്പൊക്കെ ഇട്ടല്ലേ വെക്കുന്നത്. അപ്പോൾ അതിന് പകരം ഇത് വെച്ചിട്ട് നമുക്കത് സീൽ ചെയ്യാം. ഇത് പക്ഷേ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അത് ഞാൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഷോർട്സ് ആയിട്ട് ഞാൻ എന്തായാലും ഇടുന്നുണ്ട് കേട്ടോ. അടുത്ത കിച്ചണിലോട്ടുള്ള കുറച്ച് ഐറ്റംസാണ് കാണിക്കാൻ പോകുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന കേട്ടോ ഒരു പാക്കറ്റിൽ. ഇത് സ്പൂൺ റെസ്റ്റാണ്. നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം തവികളോ അല്ലെങ്കിൽ സ്പൂണുകളോ ഒക്കെ നമ്മൾ അവിടെ ഇവിടെ ടൈൽസിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ മഞ്ഞപ്പൊടിയും കറകളോ ഒക്കെ ആവുമല്ലോ, അതാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ സ്പൂണുകളും തവികളും ഒക്കെ വെക്കാം. വലിയ തവി ഉണ്ടെങ്കിൽ ഇതിനകത്ത് വെച്ചാൽ മതി. അപ്പം നമ്മുടെ തറയിലൊന്നും അങ്ങനെ ആവത്തില്ല. ഇതും അതുപോലെ തന്നെ സ്പൂൺ റെസ്റ്റാണ്, വേറൊരു മോഡൽ. അടുത്ത ഒരു സ്റ്റൗ ക്ലീനിങ് ബ്രഷാണ്. ഒരു പാക്കറ്റിൽ 3 എണ്ണം വരുന്നുണ്ട്. ഇത് നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഫുഡും പൊടികളും എല്ലാം എണ്ണയെല്ലാം വീണിട്ട് വൃത്തികേടായി കിടക്കും. അപ്പം നമ്മൾ തുടച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പോകത്തില്ലല്ലോ, അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറിയിരിക്കുന്ന പോകത്തില്ല. അപ്പം ഇത് വെച്ചിട്ട് നന്നായിട്ട് നമുക്കതൊക്കെ ഉരച്ച് കഴുകാം. പിന്നെ ഉള്ളത് ഒരു ഓയിൽ ബ്രഷാണ്. നമ്മൾ ചപ്പാത്തി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ഓയിൽ തടവുമല്ലോ. അപ്പം ഇതിനകത്ത് എണ്ണ കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് യൂസ് ചെയ്യാം. ഒരു ഓയിൽ ബ്രഷ്. അടുത്ത കാണിക്കാൻ പോകുന്നത് വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റ്സ് ആണ്. 10 എണ്ണമുള്ളൊരു പാക്കറ്റ്. വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. കാരണം അതിനകത്ത് ഒത്തിരി പൊടികളും അഴുക്കുകളും ഒക്കെ കാണും. അപ്പം നമുക്ക് അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. അതിന് യൂസ് ചെയ്യുന്ന ടാബ്ലറ്റ്സ് ആണിത്. അപ്പോൾ ഇത് ആ സോപ്പ് സൊല്യൂഷൻ ഒഴിക്കുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് ഈ ടാബ്ലറ്റ്സ് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഓൺ ചെയ്താൽ മതി. വേറെ തുണികളോ കാര്യങ്ങളോ ഒന്നും ഇടരുത്. ഇത് തന്നെ ഇട്ടിട്ട് തന്നെ വേണം വാഷ് ചെയ്യാൻ. അപ്പോൾ സാധാരണ നമ്മൾ തുണി വാഷ് ചെയ്യുന്നത് പോലെ ഓൺ ചെയ്ത് കൊടുത്ത് അത് വാഷ് ചെയ്തെടുത്ത് അപ്പം വാഷിംഗ് മെഷീൻ ഒരു പരിധി വരെയൊക്കെ നന്നായിട്ട് ക്ലീൻ ആവും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാഷിംഗ് മെഷീൻ ക്ലീനറാണിത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടുതൽ വിശേഷങ്ങളുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം.